ഞാനിപ്പോൾ നിൽക്കുന്നതേ നമ്മുടെ ചേപ്പനം സെൻറ് ജോസഫ് ചർച്ചിലാണ്. നമ്മൾ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ CFA എന്ന് പറയും. CFA എന്ന് പറയുമ്പോൾ കാത്തലിക് ഫാമിലി അസോസിയേഷൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ ചർച്ച് കാണുന്ന ഈ പുറകിൽ കാണുന്നതാണ്. ഈ ഒരു സംഘടന ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഇവിടുത്തെ കത്തലിക് ഫാമിലി അസോസിയേഷൻ അല്ലാതെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് കുറച്ച് ലൈറ്റിന്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് മൊത്തം നിൽക്കണ ഇവിടെ നമ്മുടെ CFയുടെ പ്രവർത്തകരാണ് ഈ മൊത്തം നിൽക്കുന്നത്. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് CFയുടെ പ്രവർത്തനം നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ഇസബെല്ല സേവർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഇതൊരു താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നല്ല രീതിയിൽ ഹോളാണ് കേട്ടത്. ആ ഹോളിൽ വെച്ചിട്ടാണ് പരിപാടി. നമ്മുടെ പള്ളി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് സെന്റ് ജോസഫ് ചർച്ച് ദേവാലയം. ആൾക്കാരൊക്കെ ഇങ്ങനെ ലൈവായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കണേ. ഇതാണ് കേട്ടാ നമ്മുടെ നോക്കിയേ. അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് കുമ്പളത്തേക്ക് പല പരിപാടിക്കും അദ്ദേഹത്തെ ഇതുപോലെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജോലി തിരക്കുകൊണ്ട് പലർക്കും പോകാൻ സാധിച്ചില്ല. പക്ഷെ അപ്പോൾ ഒരു ആശങ്ക എനിക്കും ഉണ്ടായിരുന്നു. എങ്കിലും ചേപ്പനം CFA നടത്തുന്ന ഈ വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം വളരെ നേരത്തെ തന്നെ തീരുമാനിക്കുകയും ഞാൻ നോട്ടീസ് കൊടുത്തപ്പോൾ തന്നെ ഞാൻ വരും, മറക്കില്ല എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി. അദ്ദേഹത്തിന് ഈ സംഘടനയുടെ പേരുള്ള വലിയൊരു നന്ദി ഈ അവസരത്തിൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്നിവിടെ നടക്കുന്ന ഈ അവാർഡ് ദാന ചടങ്ങിൽ നാം ഏറ്റവും പ്രാധാന്യത്തോടെ നൽകുന്ന ഒരു അവാർഡ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച വിജയം നേടിയ, അതായത് നമ്മുടെ കളരിക്കൽ സേവ്യറിന്റെ മകൾ ഇസബൽ സേവ്യറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചേപ്പനം പ്രദേശത്ത് ഡോക്ടർമാരായ ആളുകൾ പലരുമുണ്ട്. പക്ഷെ അലോപ്പതിയിൽ ആദ്യമായി MBBS നേടിയത് ഡോക്ടർ ഇസബൽ നമ്മുടെ സമൂഹ അംഗമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനാർഹമായ നേട്ടമാണ് ഇസബൽ നേടിയിട്ടുള്ളത്. ഇസബലിനാണ് ഈ അവാർഡ്, എല്ലാ അവാർഡും കൊടുക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ അവാർഡ് ദാനം ഇസബലിന് കൊടുത്തുകൊണ്ട് ഇത് ചടങ്ങ് നടത്തുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ MBBS നേടിയ ഡോക്ടർ ഇസബൽ സേവർ കളരിക്കൽ AJ ഐസക് മെമ്മോറിയൽ ക്യാഷ് അവാർഡ്, കണ്ണിക്കാട്ട് KC ഔസേപ്പ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും സ്ഥിരം ട്രോഫിയും ഇതാണ് ഇസബലിന് കൊടുക്കുന്നത്. ഈ അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി ഇസബലിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിന് വേണ്ടി പ്രിയങ്കരനായ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ വിപിൻ ദാസ് അവர்களെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് തിരക്കുള്ളതാണ് പോവുകയാണ്. പ്രിയപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ വിപിൻ ദാസ് സാർ, ആശംസ പ്രാസംഗികരായി ഇവിടെ എത്തിയിട്ടുള്ള പനങ്ങാട് മലയാലയം കോൺവെന്റിലെ ബഹുമാനപ്പെട്ട ചേപ്പനപ്പള്ളി നമുക്കിവിടെ മുഖ്യ പ്രഭാഷണമായിട്ട് പറഞ്ഞാൽ വേദപുസ്തകം അദ്ദേഹം വായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം.
ഒരുപക്ഷെ നമ്മളെല്ലാം പല രാഷ്ട്രീയ മേഖലകളിലും വേദികളൊക്കെ അലങ്കരിച്ചിട്ടുള്ളവരും അലങ്കരിക്കുന്നവരുമാണ്. ഏതെങ്കിലും ഒരു ദൈവവചനം നമ്മുടെ നാവിൽ നിന്ന് വന്ന് കാണുമോ? ഒരു ആത്മപരിശോധനയുടെ പ്രശ്നം കൂടി അത് നടത്തിയിട്ട് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും സ്നേഹം നേരുകയാണ്. അവിടെ ഉദാഹരണ വികാരിച്ചൻ എപ്പോഴും ഇവിടെ പ്രസംഗം പറയുമ്പോൾ ഫുഡാണ് കേട്ടോ. ക്രൈസ്തവ സംസാരിക്കുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പഴയ അച്ഛന്മാരൊക്കെ എങ്ങനെയാണ്? ഞാൻ അച്ഛനോടും പഴയ ആളല്ലെങ്കിലും ഞാനും ഏതാണ്ട് കാശേരി വളർന്നു വന്ന ഒരാളാണ്. ഈ ആത്മീയത ക്രിസ്തീയത എന്ന് പറഞ്ഞുകൊണ്ട് ആ സർക്കിൾ ഇൻസ്പെക്ടറും ഈ ബൈബിളൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതാണ് തലവരാണ്. മക്കളെ, ഈ CFA എന്ന് പറയുന്നത് ഇവിടെയും ഉണ്ട് അവിടെയും ഉണ്ട്. നിങ്ങൾ സമൂഹത്തിൽ വിവിധങ്ങളായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും വിജയിക്കുകയും ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ മാർപ്പാപ്പ കോയമ്പത്തൂരിൽ അവരുടെ ഒരു സ്ഥാപനം സന്ദർശിച്ചപ്പോൾ ഞാൻ ഈ 2000 ഇരുന്ന ഇടവകയിലെ അത് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അത് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിരിക്കണം. അത് പ്രാർത്ഥനാ കേന്ദ്രീകൃതമായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ ഈ ബൈബിളിൽ ഒരു കാര്യം ഓർക്കുന്നത്. എൻ്റെ നാമത്തിൽ 2 ആൾക്കാരൊക്കെ എത്തി തുടങ്ങണുള്ളൂ. വൈകിട്ട് 6 മണിക്കാണ് പരിപാടി പറഞ്ഞത്. പക്ഷേ മഴ കാരണം കൊണ്ട് കുറച്ച് ലേറ്റായി. അത് നമുക്ക് ധൈര്യസമൂഹം. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് നയിക്കുന്ന കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നതിന് ചെറിയൊരു എൻ്റെ അനുഭവം പറയാം. നിങ്ങൾക്കറിയാലോ, അർത്തുങ്ക പള്ളിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ചേർത്തക്കാരും പണ്ട് തെച്ചൂരി പള്ളി, അർത്തുങ്കപ്പള്ളി, നങ്കിപ്പള്ളി 3 പള്ളികൾ മാറി മാറി പോകുന്നവരാണ്. ഞാൻ ചേർത്ത സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ഈ മൊബൈൽ ഫോൺ. താങ്ക് യു തോമസ് അച്ഛ. അടുത്തതായിട്ട് +2 വിഭാഗത്തിനായി അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട റവറൻ സിസ്റ്റർ ടെസ്ലിൻ മദർ സുപ്പീരിയറിനെ ക്ഷണിച്ചോളൂ. 2ാം സ്ഥാനം അലീന ജോഷി. 3ാം സ്ഥാനം ആഷ്ലിൻ. അടുത്തത് മദബോ. 1ാം സമ്മാനം സനീഷ് മാത്തപ്പൻ കണ്ണന്തറ. മൂന്നാം സമ്മാനം യേശു ക്യാഷ് അവാർഡും ട്രോഫി. അടുത്തതായിട്ട് SS മെറിൻ ജെയ്സൺ വിളങ്ങാട്ടിൽ. ആഞ്ചലീന സ്യൂ പെരുമ്പള്ളി. ഷോൺ സൈജു പെരുമ്പള്ളി. അസിൻ പാണാട്ട്. താങ്ക് യു ഡെന്നി സാർ. അടുത്തതായിട്ട് +2 വിഭാഗത്തിൽ പ്രോത്സാഹന സമ്മാനം നൽകുന്നതിന് വേണ്ടി ശ്രീ ഫെഡിനെ ക്ഷണിച്ചോളുന്നു. ജോസഫ് ജോൺസൺ അറയ്ക്കൽ, +2 വിഭാഗം. ആഷ്ലിയ KJ കണ്ടത്തറ. വളരെ സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുന്നു. അടുത്തതായി മറുപടി പ്രസംഗമാണ്. കഴിഞ്ഞ ഇതിലെ ഉന്നത വിജയം നേടിയ ഇസബെല്ല സേവർ തന്റെ വിജയ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. ഇസബെല്ല സേവർ. ആദ്യമായി ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. പിന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ജോണച്ച, തോമസ് അച്ഛ, സിസ്റ്റേഴ്സ്, മറ്റ് മുഖ്യ അതിഥികളെ എല്ലാവർക്കും നന്ദി. പിന്നെ എൻ്റെ കൂടെ നിന്ന എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും എൻ്റെ അനിയനും. കാരണം ഈ MBBS എന്നൊരു കാലഘട്ടം അത്ര നല്ല, ഇടയ്ക്ക് നമുക്ക് സങ്കടം വരും, ഇത്രയും കണ്ടിന്യൂസ് പരീക്ഷ എഴുതണം. അപ്പം അതൊരു മെൻ്റലി നമുക്കൊരു സപ്പോർട്ട് നമുക്ക് കൂടെ വേണം. അപ്പം എൻ്റെ കൂടെ നിന്ന് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും എൻ്റെ അനിയനും നന്ദി പറയാണ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി നാട്ടിലെ ആൾക്കാരുണ്ട്. എടുത്തു പറയേണ്ടത് എനിക്ക് അജിതാൻറ്റി, ഷീലാൻറ്റി. ഇവരെന്നെ ഞാൻ എൻട്രൻസിൽ പഠിക്കുമ്പോൾ തൊട്ട്
നമുക്ക് കിട്ടും. കാരണം ഇതുപോലൊരു ഗ്രാമപ്രദേശത്ത് MBBS ഗവൺമെന്റ് കോളേജിൽ MBBS പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വലിയൊരു സംഭവം എന്ന രീതിക്കാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ എൻട്രൻസ് പോകുന്ന സമയത്തും എല്ലാവരും എന്നോട് ഇതൊക്കെ കിട്ടുമോ, നമുക്കൊന്നും കിട്ടത്തില്ല എന്നുള്ള രീതിക്കാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്, എൻ്റെ ബന്ധുക്കൾ, റിലേറ്റീവ്സ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ ഞാൻ നന്ദി പറയാണ്. പിന്നെ എനിക്ക് അവാർഡ് തന്ന CFA ചേപ്പനത്തിനും അതിൻ്റെ ഭാരവാഹികൾ അവർ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ പരിപാടിക്ക് അവിടെ കോട്ടയത്ത് നിന്ന് തിരിച്ച് എത്തുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അവർക്ക് നന്ദി പറയാണ്. പിന്നെ ഇന്നിവിടെ അവാർഡ് കിട്ടിയിരിക്കുന്ന കുട്ടികൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് ഉറക്കൊളിച്ച് പഠിച്ചുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ അവാർഡ് കിട്ടാത്തവർക്കും അഭിനന്ദനങ്ങൾ. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയിട്ടില്ല. +2 എനിക്ക് റിവാലുവേഷൻ കൊടുത്തിട്ടാണ് ഫുൾ A+ കിട്ടിയത്. അപ്പോൾ കാരണം എനിക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അന്നൊക്കെ ഞാൻ ആലോചിക്കും എനിക്ക് എന്തെങ്കിലും അവാർഡ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. പക്ഷെ അത് ഇന്നാണ് എനിക്ക് കിട്ടിയത്. അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഞാൻ പഠിക്കുമ്പോൾ വളരെ ആവറേജ് ആയിട്ടൊരു കുട്ടിയാണ്. അപ്പം സീക്രട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് പഠിക്കാൻ ഭയങ്കര പേടിയായിരുന്നു ആദ്യം. ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, ഞാനൊരു ആവറേജ് കൊച്ചല്ലേ. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ബൗണ്ടറി നമുക്ക് ഇത്രേ പറ്റുള്ളൂ നമ്മൾ തന്നെ സ്വയം വിചാരിച്ചാൽ നമുക്ക് അത്രേ പറ്റുള്ളൂ. പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റും, എനിക്കിത് കിട്ടുമെന്ന് നമ്മൾ ദൃഢനിശ്ചയം നമുക്ക് മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. കാരണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളോടും പിന്നെ മാതാപിതാക്കളോടും. കാരണം ഏതൊരു മേഖല, ഇപ്പോൾ ഡോക്ടറിനല്ല ഏതൊരു മേഖലയും നല്ലതാണ്. അപ്പം നിങ്ങളുടെ കുട്ടിക്ക് അത് പറ്റുമെന്ന് നിങ്ങൾ ആ കുട്ടി പറയുന്നുണ്ടെങ്കിൽ അതിന് വിടുക, അതിന് സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ആരെയും നിരുത്സാഹപ്പെടുത്താതിരിക്കുക. എല്ലാവർക്കും പറ്റും, മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ദൃഢനിശ്ചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് എന്തും നമുക്ക് നേടാൻ പറ്റും. ഒരിക്കൽ കൂടി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി, നമസ്കാരം. കടമയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷത വഹിച്ച നമ്മുടെ CFAയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് PA തോമസ് പൊറ്റന്താഴത്തിന് നിങ്ങളുടെ എല്ലാവരുടെ പേരിലും CFAയുടെ പേരിലും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട അവാർഡ് ദാന കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ സൈനി സേവർ ചെമ്പശ്ശേരിക്ക് കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ യോഗത്തിൽ മൺമറഞ്ഞുപോയ നമ്മുടെ പരേതരെ എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് അധികാരിയായ നമ്മുടെ പ്രിയങ്കരനായ ചേപ്പനംപള്ളിയുടെ വികാരി സ്നേഹബഹുമാനപ്പെട്ട ജോൺ കണക്കശ്ശേരി അച്ഛന് എല്ലാവരുടെയും പേരിൽ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ഈ സമ്മേളനത്തിൽ മുഖ്യ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ സ്നേഹബഹുമാനപ്പെട്ട തോമസ് കണ്ണാട്ടച്ചൻ വളരെ അനുഭവങ്ങളുടെയും അതുപോലെ നമ്മുടെ തലമുറക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു അനുഭവ വിപിൻ ദാസ് സാറ് നിർവഹിച്ചു. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് ഔദ്യോഗികമായ തിരക്കുകൾ കൊണ്ട് സാർ പോയെങ്കിലും അത് നമ്മൾ തുടർന്ന് നിർവഹിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സമീപനത്തിനും അദ്ദേഹം നൽകിയ സന്ദേശത്തിനും നമ്മൾ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കോൺവെന്റിൽ നിന്നും അതുപോലെ മലയാളം കോൺവെന്റിൽ നിന്നും ആ 2 സിസ്റ്റേഴ്സുമാരുടെ സാന്നിധ്യത്തിനും പങ്കാളിത്തത്തിനും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച നമ്മുടെ പ്രിയ കുടുംബം ഐശ്വര്യ ലക്ഷ്മി മുതൽ SLC +2 വരെയുള്ള വിവിധ തലങ്ങളിലൂടെ അവാർഡുകൾ ഏറ്റുവാങ്ങിയ എല്ലാ വിദ്യാർത്ഥിനികൾക്കും ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. എല്ലാവർക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇവരുടെ വിജയത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഓരോരുത്തരുടെയും മാതാപിതാക്കൾക്കും അവരുടെ അനീഷ് മാത്തപ്പൻ കണ്ണന്തറ, ശ്രീ ശിവദാസ് കണ്ണോക്കര എന്നിവർക്ക് കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രവർത്തകർക്ക് കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിനുവേണ്ടി ഈ മഹാസമ്മേളനം, ഈ വിദ്യാഭ്യാസ മഹാസമ്മേളനം നടത്തുന്നതിന് വേണ്ടി CFAയുടെ ഭാരവാഹികളും പ്രവർത്തകരും ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സന്നിഹിതരായ ഈ ഇന്നത്തെ പരിപാടിയിൽ നമുക്കറിയാം വൈകിട്ട് കാലാവസ്ഥ വളരെ മോശമായിരുന്നു. നമുക്കിവിടെ ചെറിയ രീതിയിൽ കുറച്ച് കലാപരിപാടികളുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം.
ആടിയാ மேல வச்சாயே வாடா என் அம்புல மச்சானே என்ன அம்புல தச்சானே என்ன கட்டி புடிச்சு வச்சானே ഹലോ 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 CFA സംഘമുണ്ട്. ഹലോ ഹലോ എല്ലാവരും ഹലോ ഹലോ ഇതൊക്കെ ഹലോ കഴിക്കാനുള്ള സെറ്റപ്പാണ്. ഹലോ ഹലോ എന്തൊക്കെയാണ് ഫുഡ് എന്തൊക്കെ ഉള്ളത്? അച്ചാറുണ്ട്, സള്ളാസ് ഉണ്ട്, പിന്നെ ചിക്കൻ, ബിരിയാണി, കുറേ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിഗംഭീരമായിട്ടാണ് നമ്മളെല്ലാ പരിപാടിയും ചെയ്യുന്നത് കേട്ടോ. ആ പിന്നെ നീ വേണം. ഹലോ അടുത്ത ജോലിയുടെ പാട്ടാണ്. അതായത് സ്റ്റേജ് പ്രസന്റ് സൽമാൻഡി ഞങ്ങളുടെ നാടിൻ്റെ അനിരഹ കലാകാരൻ ജോളിയാണ് അടുത്തൊരു പാട്ട് പറയാൻ പോണത്. ജോളിയുടെ പാട്ടാണ് അടുത്ത്. നാടിൻ്റെ കലാകാരന്മാരാണ്. പ്രൊഫഷണൽ പാട്ടുകാരാണ്. നമ്മള് അത്ര രീതിയിലുള്ള സൗണ്ട് സിസ്റ്റം ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരോട് വന്നപ്പോൾ അവർ സൗണ്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അവരുടെ സ്ഥിരം പാടുന്ന ഒരു ഇത് ചിലപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പരിമിതമായ ഒരു സൗണ്ടിൽ നിന്നാണ് അവർ പാടുന്നത്. അപ്പോൾ അത് നിങ്ങളത് പ്രോത്സാഹിപ്പിക്കണം മാത്രം അഭ്യർത്ഥിക്കാം. നമുക്ക് ജോളി നമുക്കറിയാം, നമ്മുടെ ചേപ്പനത്തിൻ്റെ ആസ്ഥാന ഗായകനാണ്. നമ്മുടെ ജോളിയുടെ പാട്ടിൽ നമ്മൾ കേരള യൂണിവേഴ്സിറ്റി CFA യുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഏറ്റവും ഹാർദമായി ഇവരെ
ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ചെറിയ ചെറിയ പരിപാടികൾക്ക് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് വന്നതാണ് നമ്മുടെ CFA പരിപാടിക്ക്. അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ പരിപാടി തുടങ്ങുകയാണ്. മരുഭൂവിൽ യേശു തണലേകി. തിരുസഭ പാപം കുമിഞ്ഞു കൂടുമ്പോ യേശുമദേശനീ വഴി തീർത്ഥം പകർന്നു പോകവേ സുഭഗമോഹനമാകും സുഹൃത ജീവിതമേ മഹിതമാ വഴിയിലേ തിരുസഭാപതികരേ മോക്ഷവഴിയേ യാത്രയിനിയേ മോക്ഷവഴിയേ യാത്രയിനിയേ പോകുമ്പോൾ ദേഹം അടർന്നു വീഴുമ്പോൾ നാദം പകർന്ന വചനങ്ങൾ നാവിൽ കേൾക്കണം സ്നേഹസ്വരൂപനീ വഴി സൗഖ്യം പകർന്നു പോകവേ അമരജീവേകും മഹിതമാ വഴിയിലേ തിരുസഭാപതികരേ മോക്ഷവഴിയേ യാത്രയിനിയേ മോക്ഷവഴിയേ. ഇത്ര ക്യൂ ആണ്. എന്ത് ഇതിന് മാത്രം ക്യൂ ഉണ്ട്?
എഴുതി അഴകിൽ നിന്നവളെ ചെമ്പന മലരുമായി കനവിൽ വന്നവളെ നിൻമൊഴിയോ കുളിരഴകോ സ്നേഹവസന്തമാർന്ന പുതിയമോ എന്നിരുന്നൊരാഗാനമായി. നമ്മളെ പാട്ടൊക്കെ പാടിയ എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. എന്താ ഈ കണ്ടില്ലേ, കലാകാരന്മാരാണ് ഇരിക്കുന്നത് കേട്ടാ, ചേപ്പനത്തിൻ്റെ കലാകാരന്മാർ. ജോളി ചേട്ടൻ്റെ പേരെന്താണ്? ഷിബിൻ പനങ്ങാട്. ആൻ്റണി പനങ്ങാട് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും, സെബാൻസ് ഫുട്വെയർ. അപ്പോൾ CFAയുടെ പ്രോഗ്രാം എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു, ഫുഡും എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാ പരിപാടിയും കഴിഞ്ഞു, കസേരയൊക്കെ ഒഴിവാക്കി എല്ലാവരും സെറ്റായി ഭക്ഷണം കഴിച്ചു. അവസാനത്തെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഫിനിഷ് ചെയ്യാൻ വേണ്ടി നിൽക്കണേ.